നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഒത്തിരി താങ്ക് യു. എനിക്ക് 790 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അപ്പോൾ നന്ദി. ശരിക്കും പറഞ്ഞാൽ വളരെ കുറച്ച് സബ്സ്ക്രൈബറുകൾ ഉണ്ടായിരുന്നിട്ട് ഞാൻ ബിഗ് ബോസിലേക്ക് വന്ന് ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്ത സമയത്താണ് എനിക്ക് ഇത്രയും ഫ്രണ്ട്സിനെ കിട്ടിയത്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. ശരിക്കും നമ്മൾ ജിൻഡോയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു വീഡിയോസ് ഇട്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് നല്ല സബ്സ്ക്രൈബേഴ്സ് കിട്ടി. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പ്ലീസ്. എനിക്കൊരു 200 കൂടെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് 1000 സബ്സ്ക്രൈബർ ആവും. പ്ലീസ് എല്ലാവരും ഹെൽപ്പ് ചെയ്യണം. പ്ലീസ് മറക്കരുത്. അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം നമുക്കിനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ, അതായത് ശനി ഞായർ നാളെ കഴിഞ്ഞ് നമുക്ക് ജിൻഡോയുടെ പെർഫോമൻസ് കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളി. അതിൻ്റെ പ്രമോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? ഏഷ്യാനെറ്റിലെ സ്റ്റാർ സിംഗറിൻ്റെ ലോഞ്ചിങ് എപ്പിസോഡിൽ അതിലേക്ക് നമ്മുടെ ജിൻഡോയും ജാസ്മിനും വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. നിങ്ങൾ കണ്ടായിരുന്നോ? ഒരു ബ്ലാക്ക് കളർ ഷർട്ട് നല്ല വെളുത്തിട്ടുണ്ട്, നല്ല സുന്ദരനായിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും ഒരു സെലിബ്രിറ്റി മാതിരി നല്ലൊരു എന്താ പറയുക, നല്ലൊരു ആക്ടർ മാതിരി നല്ല ഭംഗിയായി. നല്ല കുറച്ച് നിറമൊക്കെ വെച്ചു. ലുക്ക് തന്നെ മാറി, ആ ഒരു ഫേസ് തന്നെ മാറി. ആ ഒരു ബോഡി ബിൽഡർ ആയിരുന്ന ആ പഴയ വീഡിയോയും ഇപ്പോൾ ഉള്ള വീഡിയോ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് അറിയാം. ഭയങ്കര സൂപ്പറാണ്. നല്ല ബ്ലാക്ക് ഡ്രസ്സിനും ആ ഫേസിനും ഒക്കെ നല്ല മാച്ച് ആവുന്നുണ്ട്. എന്നിട്ട് ഏഷ്യാനെറ്റിൽ വന്നിരുന്ന് പാടുന്നുണ്ട്. ശരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് നമ്മൾ ജിൻഡോനെ തന്നെ നമ്മളൊരു പാട്ടുണ്ടല്ലോ ജിൻഡപ്പനെ കൊണ്ട്, കാണാൻ അഴകുള്ള കലവില ചൊല്ലുന്ന കാണാൻ അഴകുള്ള പെണ്ണെ, ആ പാട്ട് ശരിക്കും ജിൻഡോ പാടുന്നുണ്ട്. നമ്മുടെ ജിൻഡോ പാടുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നിയ കാര്യം, അതിന് കാണാൻ അഴകുള്ള പെണ്ണെ എന്ന് പാടുമ്പോൾ ചിത്ര ചേച്ചി അതിനെ റിപ്പീറ്റ് ചെയ്ത് പെണ്ണെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കയറുമ്പോൾ നല്ല മാസ് എൻട്രി ആയിട്ടൊക്കെ വിധു പ്രതാപ് കാണിക്കുന്നുണ്ട്. ഭയങ്കര രസമായിരുന്നു കാണാൻ. ഈ ഒരു രക്ഷയില്ല കേട്ടോ. പ്രമോ കാണാൻ തന്നെ ഇത്ര അടിപൊളി. അപ്പോൾ ഭയങ്കര വെയിറ്റിംഗ് ആണ്. ഇനി ഇന്നൊരു ദിവസം കൂടെ, ഇന്നും നാളെയും കൂടെ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാം നമ്മുടെ ജിൻഡോയുടെ പെർഫോമൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റിംഗ് അല്ലേ? അപ്പോൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ അല്ലേ? നമുക്കെപ്പോഴും നമ്മളിപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ കുറേ കണ്ടതാണ് ജാസ്മിൻ ജാഫറിൻ്റെ ലൈഫിൽ അവരൊരുപാട് സ്ട്രഗിൾ ചെയ്താൽ വന്നിരുന്നത്. അതുപോലത്തെ അതിലുപരി സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ് നമ്മുടെ ജിൻഡപ്പൻ. അതുകൊണ്ട് തന്നെയാണ് വേഗം പ്രേക്ഷകരിലേക്ക് പിന്നെ ഇടിച്ച് കയറാൻ പറ്റിയത്. ഒരു റിവ്യൂവിൽ നമ്മുടെ ഡോക്ടർ രേവതി ബിഗ് ബോസ് റിവ്യൂ ഇടുന്ന ആ ചേച്ചി പറയുന്നുണ്ട്, പിന്നെ അയ്യോ ക്രീമാണ് എൻ്റെ തലയിൽ എടുത്ത് തേക്കുന്നത് നോക്കിക്കേ. കുറേ സമയമായിട്ട് നല്ല മണം ക്രീം, മോനെ വേണ്ട. അപ്പോൾ പിന്നെ അങ്ങനെയാണ്. അപ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട് ആ ചേച്ചിയോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ജിൻഡോ മണ്ടനാണോ എന്ന്. അപ്പോൾ ആ ചേച്ചിക്ക് പറയുന്നത് ജിൻഡോ മണ്ടനേ അല്ല, ജിൻഡോ മണ്ടനായി അഭിനയിച്ചതാണെന്ന്. ശരിക്കും അവിടെ മണ്ടനായിട്ട് അഭിനയിച്ചത് പ്രേക്ഷക സ്ഥലത്തെ ഫസ്റ്റ് തന്നെ എനിക്ക് ജിൻഡോനെ ശ്രദ്ധിച്ചതെന്നറിയോ? ഫസ്റ്റ് രതീഷും ജിൻഡോയും അകത്ത് വന്നപ്പോൾ രതീഷിനോട് എനിക്ക് വലിയ ഇഷ്ടം തോന്നിയില്ല. ഫസ്റ്റ് എപ്പിസോഡിൽ എവിക്ഷനായപ്പോൾ ഒരു വിഷമം തോന്നിയെങ്കിലും പ്രത്യേകിച്ച് ഒരു ഇഷ്ടം എനിക്ക് തോന്നിയില്ല. കുറച്ച് ഓവറായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ വന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഈ ചായ ആരാകട്ടെ ഒട്ടും കൊള്ളില്ല, ഈ ചായ ആരാകട്ടെ ഒട്ടും കൊള്ളില്ല എന്ന് പറഞ്ഞൊരു എപ്പിസോഡായിരുന്നു ഞാൻ ആദ്യമായി ജിൻഡപ്പനെ ശ്രദ്ധിച്ചത്. അപ്പോൾ ഇത്രയും പേർക്ക് കുഴപ്പമില്ലാതാകുമ്പോൾ ഈ മനുഷ്യൻ ഇയാൾക്ക് മാത്രം എന്താ ഒരു ചായക്ക് എന്താ കുഴപ്പം എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ആ ഒരു മനുഷ്യനെ ശ്രദ്ധിക്കുന്നത്. പിന്നെ നോമിനേഷനിൽ വരുമ്പോഴൊക്കെ നമ്മുടെ ലാലേട്ടൻ്റെ വക ഒരു സ്പെഷ്യൽ റോസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ആ റോസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ആ വിനയമാണ് എല്ലാവർക്കും, എനിക്ക് മാത്രമൊന്നുമല്ല എല്ലാവർക്കും അത് ഇഷ്ടം തോന്നാൻ കാരണം ആ വിനയ. ഇപ്പോൾ ലാലേട്ടനെ പറയുമ്പോൾ സോറി ലാലേട്ടാ, പ്ലീസ് ലാലേട്ടാ ആ ഒരു പ്രത്യേക ഒരു പ്രേക്ഷകരുടെ സാധാരണക്കാരുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറാൻ പെട്ടെന്ന് പറ്റി എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു പ്രത്യേകത. ഇപ്പോൾ എന്തെങ്കിലും ജിൻഡോ എന്തിനാ തെറി വിളിച്ചതെന്ന് പറയുമ്പോൾ അത് അറിയാണ്ട് ചെയ്തു പോയി ലാലേട്ടാ, ക്ഷമിക്കുക ലാലേട്ടാ, ഇനി ചെയ്യില്ല ലാലേട്ടാ. ആ ഒരു സോഫയിൽ ഇരിക്കുന്ന സമയത്ത് ലാലേട്ട വന്നിട്ട് ജിൻഡോ എന്ന് പറയുമ്പോൾ ആ എഴുന്നേക്കും തന്നെ വെറും പാവത്താനെ പോലെ ഇങ്ങനെ എഴുന്നേക്കുന്ന ആ ഒരു ഇതൊക്കെ വേഗം പ്രേക്ഷക മനസ്സിലേക്ക് അങ്ങനെ ഫസ്റ്റ് നോമിനേഷൻ ആ ചായ കഴിഞ്ഞ ഫസ്റ്റ് നോമിനേഷനിലാണ് ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചത്. അപ്പോഴെനിക്ക് ഹോട്ട്സ്റ്റാർ ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്ത് ആദ്യമായിട്ട് ഞാൻ ജിൻഡോയ്ക്ക് വോട്ട് ചെയ്തത്.
അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് എൻ്റെ വോട്ട് മാത്രം, ഞാൻ വീട്ടിൽ ഹസ്ബൻഡിനും മമ്മിക്കൊക്കെ ഫോണുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഫോൺ, ഞാൻ എൻ്റെ ഒരൊറ്റ വോട്ട് മാത്രമേ അങ്ങനെ ചെയ്തുള്ളൂ. അങ്ങനെ ഏകദേശം ഒരു മാസം കഴിഞ്ഞു. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലെ നോമിനേഷൻ വരുമ്പോഴൊക്കെ 4 വോട്ട് ചെയ്യിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വന്നപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ വിളിച്ച് ഞാൻ എൻ്റെ ഫാമിലി ഒരു ഏറ്റവും കൂടുതൽ ഒരു ദിവസം വരുമ്പോൾ ഒരു 10-20 വോട്ട് എന്നെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഒരു 20 വോട്ട് അത്രയൊക്കെ, കാരണം എൻ്റെ ക്ലോസ് ഫാമിലി മെമ്പേഴ്സിന് 20 വോട്ടൊക്കെ ചെയ്യിക്കും. പിന്നെ ഇപ്പോൾ എൻ്റെ ആരെങ്കിലും എൻ്റെ വീട്ടിൽ വരുവാണെങ്കിൽ അവരെ നമ്പർ ഉണ്ടെങ്കിൽ ഒക്കെ ഞാൻ വാങ്ങി. ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു അറിയാവുന്നൊരു ഫാദറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പോയ സമയത്ത് എൻ്റെ കസിൻ്റെ വീട്ടിൽ പോയ സമയത്ത് അവിടുത്തെ പള്ളിയിലെ ഫാദർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛൻ ഹോട്ട്സ്റ്റാർ ഉണ്ടോ എന്ന് ചോദിച്ചു. അച്ഛൻ ചോദിച്ചു എന്താ പറ്റി, എന്തിനാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ എനിക്കൊരു ബിഗ് ബോസിലേക്ക് ഒരു വോട്ട് ചെയ്യാനായിരുന്നു എന്ന്. അച്ഛൻ ഉടനെ ചോദിച്ചു. അപ്പോൾ അച്ഛൻ കാണുന്നില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു അതൊക്കെ ഷോയ്ക്ക് അഡിക്റ്റൊക്കെ അത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരേ ഒരു വോട്ടല്ലേ, നമുക്ക് എന്ത് നഷ്ടമാണ് വരുന്നത്, എന്തായാലും നമ്മളത് റീചാർജ് ചെയ്താണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് എന്ത് നഷ്ടമാണ് വരുന്നത്, ഒരു വോട്ടല്ലേ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ ഫോൺ വാങ്ങി ഞാൻ വോട്ട് ചെയ്തത്. അത് പുറത്തുനിന്ന് ഞാൻ ഒരാളുടെ അടുത്ത് നിന്ന് വാങ്ങി വോട്ട് ചെയ്തായിരുന്നു അത്. അപ്പോൾ ആ സമയത്ത് അച്ഛൻ്റെ കൂടെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ എന്നാ പിടിച്ചോ, എന്നാൽ നിനക്കൊരു ചെയ്തില്ലാത്തൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും എനിക്ക് തന്നു. അങ്ങനെ അന്ന് ഞാൻ ഏകദേശം ഒരു 100ഓളം വോട്ട് ഫസ്റ്റ് ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു വീക്കിൽ ഞാനൊരു 100ഓളം വോട്ട് ചെയ്തു. അങ്ങനെ ആയപ്പോൾ എനിക്ക് പിന്നെ എൻ്റെ ഫോൺ മെമ്മറി തന്നെ ഒരു 100 കോണ്ടാക്റ്റേഴ്സ് ഉണ്ട്. അവരെല്ലാവരും എനിക്ക് ഈ അറിയുന്നവർ മാത്രമല്ല, അറിയാത്ത കുറേ പേരുടെ കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഞാൻ വിളിക്കാൻ തുടങ്ങി. വിളിച്ച് 100-200 വോട്ടൊക്കെ ചെയ്യിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഫിനാലിലേക്ക് വരുന്നത്. അപ്പോൾ ടോപ്പ് 5 വരുന്ന സമയത്ത് ടോപ്പ് 5 വരുന്ന അതിൻ്റെ മുന്നത്തെ ഇതിൽ നമുക്ക് നോമിനേഷൻ ഇല്ലായിരുന്നല്ലോ. ജിൻഡോ നമുക്ക് നോമിനേഷന് വരാത്ത ദിവസമായിരുന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിരി വന്നത്, എല്ലാവരും എന്നെ ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി. എന്താ ഹോട്ട്സ്റ്റാറിൽ ഈ ജിൻഡോ ഇല്ലാത്ത എന്താ, കാരണം ഇതൊക്കെ ബിഗ് ബോസ് കാണാത്തവരാട്ടോ. നിനക്ക് നീ എന്താ ഇന്ന് വിളിക്കാത്തേ, നീ എന്നും വിളിച്ച് നിങ്ങളെ ശല്യം ചെയ്യുന്നുണ്ടോ, ഇന്നെന്താ ശല്യം ചെയ്യാത്തതെന്ന് ചോദിച്ചു. അങ്ങനെ ഒരുപാട് പേര് ഞാൻ പറഞ്ഞ് അവർ ഈ ഷോർട്ട് വീഡിയോ ഒക്കെ കാണാൻ തുടങ്ങി. ഒത്തിരി പേര് ബിഗ് ബോസ് കാണാൻ തുടങ്ങി. എന്നിട്ട് എന്നെ ഇങ്ങനെ കളിയാക്കി ഇപ്പോൾ പറയാറുണ്ട്, നീ കാരണം ഞങ്ങൾ ബിഗ് ബോസിന് അടിമയായി, നീ കാരണം എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഒരു കണക്ക് ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെയാണ് ഞാൻ എന്തായാലും ഒരു 200 വോട്ട് എന്നെ കൊണ്ട് ഒരു ദിവസം ചെയ്യിക്കാനാവുമെങ്കിൽ എത്രത്തോളം കൂടുതൽ വോട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കൂടുതൽ വോട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻറ്റ് വന്നത്. അങ്ങനെയാണ് ഞാനത് ആ 200, 500, 500, 1000, 1000, 200, 200, 300, 2000, 3000, 4000, ലാസ്റ്റ് ഒരു ദിവസം 5000 ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻറ്റ്. 5000 കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് 10,000 ആയിക്കൂടാ. പക്ഷെ 10,000 ഒന്നും ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് ഞാൻ ചെയ്തത് 2 ദിവസമായിട്ട്, അതായത് ഫൈനലിനും അതിന് മുമ്പത്തെ ദിവസം 6000 വോട്ട് വെച്ച് ചെയ്തു. അതെന്തുകൊണ്ടാണ് 10 മണി വരെ ഉള്ളതുകൊണ്ട്, കാരണം എനിക്കന്ന് സൺഡേ ആണ് ചർച്ചിൽ പോവേണ്ട അത്യാവശ്യം. ഞാൻ സൺഡേ സ്കൂളിൽ ടീച്ചറുമാണ്. അപ്പോൾ വേറെ വഴിയില്ല, ലീവ് പറയാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ അന്ന് തലേദിവസം ഫുൾ ഉറങ്ങിയിട്ടേ എല്ലാവരെയും വിളിച്ചു വോട്ട് ചെയ്യിപ്പിച്ചു. 6000ത്തോളം വോട്ട് ചെയ്യിപ്പിച്ചു. അങ്ങനെ പള്ളിയിൽ പോയപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു. പിന്നെ ഞാനൊരു 100 റുപ്പീസ് ആവും നമുക്ക് പള്ളിയിലൊരു കുർബാന ചൊല്ലിക്കുന്നത്. അപ്പോൾ ഞാൻ അത് കൊടുത്ത് ജിൻഡോയുടെ പേർക്ക് കുർബാന ചൊല്ലിച്ചു. ശരിക്കും പറഞ്ഞാൽ ജിൻഡോയുടെ പേര് എല്ലാവരും പരസ്പരം ചോദിക്കുന്നുണ്ട് ആരാണ്. പക്ഷേ പേര് ഞാൻ കൊടുത്തത് പള്ളിയിലെ ഓഫീസിലുള്ളവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അവരൊക്കെ വിചാരിച്ചിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടോ സഹോദരങ്ങളോ ആരെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ ഞാൻ ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആണ് ജയിക്കുമെന്ന്. പിന്നെ ഒരു ടെൻഷൻ അർജുൻ്റെ കാര്യത്തിലാണ്. അർജുൻ ശ്രീധുവിൻ്റെ വോട്ടും കിട്ടി സക്സസ് ആയി വരും, എങ്ങാനും മുന്നിൽ വരുമോ എന്നൊരു ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്നത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഉച്ചയായപ്പോഴത്തേക്ക് ഏകദേശം ഒരു അറിവ് കിട്ടി, ജിൻഡോ തന്നെ ജയിക്കുന്നു. സോ ഭയങ്കര ഹാപ്പി. അതിലുപരി നിങ്ങൾ ഓരോരുത്തരും അവസ്ഥ എനിക്കല്ല. ഞാൻ ഈ വോട്ട് ചോദിച്ച തമിഴ് ചേട്ടന്മാർ, ചേച്ചിമാർ, പിന്നെ ഇവരൊക്കെ കോളേജ് പിള്ളേർ, ഇവരൊക്കെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് എന്നെ ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി. ചേച്ചി ഞങ്ങൾ വോട്ട് ചെയ്ത ആൾ ജയിച്ചോ എന്ന് ചോദിക്കാൻ തുടങ്ങി. അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തന്നത്. ഞാൻ നമ്മൾ തന്നെ ജയിക്കും 100%, 99%. പിന്നെ 7 മണിക്ക് ഷോ തുടങ്ങിയപ്പോൾ ഒരു 7 മണി മുതൽ ഞാൻ ഷോയുടെ മുന്നിലാണ്. അന്ന് എൻ്റെ ചേച്ചിയുടെ വീട്ടിലായിരുന്നു ഞാൻ. അവരൊന്നും ബിഗ് ബോസ് ഒരു ദിവസം പോലും കണ്ടിട്ടില്ല. ഞാൻ എല്ലാവരും 11 മണി വരെ അവിടെ പിടിച്ചിരുത്തി എല്ലാവരും കണ്ടു. അത് മാത്രമല്ല എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്ത് തന്നെയായിരുന്നു പണ്ട്. ചേച്ചി ജയിച്ചു അതിന് മറുപടി പറഞ്ഞ് അവസാനം 11 മണിയായപ്പോൾ ഞാൻ എല്ലാവരോടും പിന്നെ പറഞ്ഞു ജയിച്ചു, ഹീസ് വിന്നർ എന്ന് പറഞ്ഞു. സോ ബിഗ് ബോസ് കാണാത്തവർ പോലും ഞാനിങ്ങനെ പറഞ്ഞു അവർക്കൊക്കെ ഒത്തിരി ജിൻഡോന് ഇഷ്ടമായെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം. അപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ പ്രമോ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു. ബൈ.